പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 30 ചൊവ്വാഴ്ച. ഒരു മാസം നമ്മിൽ നിന്ന് കടന്നു പോവുകയാണെന്ന്. ഈ ഒരു മാസം കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാൻ, നാളെ മുതൽ ആരംഭിക്കുന്ന ജപമാല മാസത്തിന് വേണ്ടി ഏറ്റവും അടുത്ത ഒരുക്കം നടത്താൻ വലിയ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 42-ാം വചനം ധ്യാനിക്കാം. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടുന്നതാണ്. കർത്താവിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ എത്ര പരിശ്രമിച്ചാലും ഒരു പക്ഷേ സാധിച്ചില്ലെന്ന് വരാം. എന്നാൽ നന്നായി പരിശ്രമിച്ചാൽ എതിർസാക്ഷ്യം കൊടുക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ സമൂഹത്തിലും വിമർശകരുടെ ഒരു ഗ്രൂപ്പിനെ കാണാൻ സാധിക്കും. ഇവരിൽ തന്നെ 2 വിഭാഗം ഉണ്ടാകും. ഒന്നാമത്തെ കൂട്ടർ മറ്റുള്ളവരെ വളർത്തുന്നവരായിരിക്കും. സ്നേഹപൂർവ്വം തിരുത്താനും കുറവുകൾ പരിഹരിക്കാനും ഇവർ ശ്രദ്ധിക്കും. ഇത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയുക്തമാകും. രണ്ടാമത്തെ കൂട്ടർ നിശിതമായി വിമർശിച്ച് മറ്റുള്ളവരുടെ ആത്മധൈര്യം നശിപ്പിക്കുന്നവരായിരിക്കും. ഇക്കൂട്ടർ സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കി അതിനെ നശിപ്പിച്ചു കളയും. ഇങ്ങനെയുള്ളവരെയാണ് കർത്താവ് ഇടർച്ച വരുത്തുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മുടെ വിമർശനങ്ങളെല്ലാം സ്നേഹപൂർവ്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്താം. നമ്മുടെ അറിവുകൾ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാനുള്ള കൃപയ്ക്കായി ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.